Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു ജോഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്ററിലെ അവസാനത്തെ എക്സാം ആണ് പ്രാക്ടിക്കൽ ടാക്സേഷൻ. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. റെക്കോർഡുകളുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. നാ പിടിച്ചോ. പാർട്ട് എയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം, മിക്ക പേപ്പറിലും ഇപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്താന്നുള്ളത് ചോദിക്കാറുണ്ട്. എന്ന് വെച്ചാൽ GST ഡയറക്റ്റും ചോദിക്കാം, നമുക്ക് മാറി മാറി വരുന്നതാണ്. ഡയറക്റ്റ് ടാക്സോ ഇൻഡയറക്റ്റ് ടാക്സോ, കൂടുതൽ ഇൻഡയറക്റ്റ് ടാക്സ് പ്രതീക്ഷിക്കുന്നു. ദെൻ പിന്നെ HSN കോഡ് എന്താണ്, HSN. അതുപോലെ തന്നെ ഡ്യുവൽ GST മോഡൽ എന്താണ് നോക്കിക്കോളോ. പിന്നെ സപ്ലൈ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അതിപ്പോൾ മിക്സഡ് സപ്ലൈ ചോദിക്കാം. സീറോ റേറ്റഡ് സപ്ലൈ ഉണ്ട്, സീറോ റേറ്റഡ് സപ്ലൈ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം കേട്ടോ. കോമ്പോസിറ്റ് ഉണ്ട്, കോമ്പോസിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻ്റർ സപ്ലൈ, ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ, EC. ഇതിലേതെങ്കിലും രണ്ടെണ്ണം വരാം. ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ, അതുപോലെ തന്നെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ഇതൊക്കെ നോക്കാം. ഈസി ടോപ്പിക്കാണ്. ടൈം ഓഫ് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ. അപ്പം ഇങ്ങനെ സപ്ലൈനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് 2 ചോദ്യങ്ങൾ, ഈ പറഞ്ഞതിൽ ഏതെങ്കിലും 2 എണ്ണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് എന്തായാലും നോക്കി വെക്കുക. ഓപ്ഷൻസ് കൂടുതൽ തരുന്നു മാത്രം. ഇനി നെക്സ്റ്റ് TCSO TDSO ചോദിക്കാറുണ്ട്. TCS കൂടുതൽ പ്രതീക്ഷിക്കുന്നു, TDS നോക്കാം. TCSO TDSO. അതുപോലെ തന്നെ വേ ബിൽ എന്താണ്, വേ ബിൽ എന്താണ്. ദെൻ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ എന്താണ്, നമുക്ക് ELR എന്ന് പറയാം. ELR അണ്ടർ GST. അതല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഉണ്ട്, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. ECRL. പിന്നെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഉണ്ട്, ECL. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് റിട്ടേണിൽ ഏതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറിലും വരാറുണ്ട്, എന്തായാലും പഠിച്ചു വയ്ക്കുക. അതിപ്പോൾ ബിലേറ്റഡ് റിട്ടേൺ ആവാം. പിന്നെ റിവൈസ്ഡ് റിട്ടേൺ, വോളണ്ടറി റിട്ടേൺ, മാൻഡേറ്ററി ഉണ്ട്, റിവൈസ്ഡ് ഉണ്ട്, വോളണ്ടറി ഉണ്ട്, റിട്ടേൺ ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട് കേട്ടോ. മാൻഡേറ്ററി റിട്ടേൺ ഉണ്ട്. അതുപോലെ തന്നെ റിട്ടേൺ ഓഫ് ലോസ് ഉണ്ട്, റിട്ടേൺ ഓഫ് ഇൻകം, റിട്ടേൺ ഓഫ് ലോസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ റിട്ടേണിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ചോദ്യം എല്ലാ പേപ്പറിലും ഉള്ളതാണ്, നിർബന്ധമായും പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് അഡ്വാൻസ് ടാക്സ് എന്താണ് നോക്കുക. AMT ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്താണ് നോക്കുക. ദെൻ ട്രേസസ് എന്താണ് നോക്കിക്കോളോ. ദെൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ITC, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്ന് നോക്കുക. കോമ്പോസിഷൻ ലെവി നോക്കുക. ഇതൊക്കെയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ GST രജിസ്ട്രേഷൻ, ഇതൊക്കെ വലിയ മാർക്കിൻ്റെ ചോദിച്ചിട്ടാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ കൂടുതൽ. GST പിന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരെണ്ണമാണ് GSTN എന്താണ്. അതുപോലെ തന്നെ ടാക്സ് ഇൻവോയ്സ്, അതും കൂടി നോക്കിക്കോ. ടാക്സ് ഇൻവോയ്സ്. ഓക്കെ,
അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. നമുക്ക് 10 ചോദ്യങ്ങൾ വരുന്നതിൽ 5 എണ്ണമാണ് എഴുതേണ്ടത്. അപ്പം ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന സജഷൻസ് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ. സോ പാർട്ട് എയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 മാർക്സിൽ ആദ്യം ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്, GST കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ഡയറക്റ്റ് ടാക്സ് നോക്കാം. HSN എന്താണ്, സാക്ക് HSN ഉണ്ട്, സാക്കും ഉണ്ട്. HSN കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നു. ഡ്യുവൽ GST മോഡൽ എന്താണ്, സപ്ലൈയിൽ ഏതെങ്കിലും 1 2 വരെ വരാറുണ്ട്. മിക്സഡോ, സീറോ റേറ്റഡ്, കോമ്പോസിറ്റ്, ഇൻഡർസ്റ്റേറ്റ്, ഇൻട്രാ, ടൈം ഓഫ് സപ്ലൈ, വാല്യൂ സപ്ലൈ, ഇതൊക്കെ എന്താണെന്നുള്ളത് പഠിച്ചു നോക്കിയാൽ 2 മാർക്കിന് എന്തായാലും 1 വരാറുണ്ട്. TCS എന്താണ്, TDS നോക്കാം. EWA ബിൽ എന്താണ്, പിന്നെ ELR ഇലക്ട്രോണിക് ലൈബിലിറ്റി രജിസ്റ്റർ എന്താണ്, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഇതൊക്കെ എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഉണ്ട്. റിട്ടേണിൽ ഏതെങ്കിലും ഒരെണ്ണം ബിലേറ്റഡോ, റിവൈസ്ഡോ, വോളണ്ടറി, മാൻഡേറ്ററി, റിട്ടേൺ ഓഫ് ലോസ് എന്താണ്, അങ്ങനെ. അഡ്വാൻസ് ടാക്സ് എന്താണ്, AMT, ട്രേസസ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, കോമ്പോസിഷൻ ലെവി, ദെൻ GSTN എന്താണ്, ടാക്സ് ഇൻവോയ്സിനെ പറ്റിയിട്ടും നോക്കിയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് 2 മാർക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ സജഷൻസുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.